അപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗിൽ തന്നെ വൺ ഓഫ് ദ മേജർ പാർട്ട് തന്നെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പ്രൊഡക്റ്റ് റിസർച്ച് ചെയ്യുന്ന പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റെപ്പ് തന്നെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ബിസിനസ് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇ കൊമേഴ്സ് ബിസിനസിന്റെ ഒരു കീ എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. നമ്മൾ ആൾറെഡി ഡോർ ഉണ്ടാക്കി കഴിഞ്ഞു, നമ്മൾ ആൾറെഡി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇനി അത് തുറക്കാനുള്ള കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റിംഗ് എങ്ങനെയാണെന്നുള്ള കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ മെയിൻലി മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മെറ്റാ ആഡ്സ് മാനേജർ ആണ്. മെറ്റാ ആഡ്സ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെറ്റാ ആഡ്സ് മാനേജർ വഴി നമുക്ക് ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും നമുക്ക് അഡ്വർടൈസ്മെന്റ് കാണിക്കാനായിട്ട് പറ്റും. പിന്നെ ഈ മെറ്റാ ആഡ്സ് മാനേജറിൽ ഇപ്പോൾ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിപ്പം പണ്ടത്തെ കാലം കുറച്ചുകൂടെ ഈസി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കേണ്ടത്, അതുപോലെ കസ്റ്റമറിന് എങ്ങനെ നമുക്ക് അഡ്വർടൈസ്മെന്റ് കാണിക്കാം, അപ്പോൾ മെറ്റാ ആഡ്സ് മാനേജർ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഈ ഒരു മെറ്റാ ആഡ്സ് മാനേജർ എന്താണ് നമ്മുടെ ഷോപ്പിഫൈ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. അപ്പോൾ മാർക്കറ്റിംഗ് ചെയ്യുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തുന്നത്. കസ്റ്റമറിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്വർടൈസ്മെന്റ് കാണിച്ചു കൊടുക്കുന്നത്. ഈ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ് കസ്റ്റമർ എന്ത് ചെയ്യുന്നത്, നമ്മുടെ വെബ്സൈറ്റ് വന്ന് പർച്ചേസിങ് ചെയ്യുന്നത്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമുക്ക് മെറ്റാ ആഡ്സ് മാനേജറിന്റെ ഫുൾ സെറ്റപ്പും അതുപോലെ ഇന്റഗ്രേഷനും അതുപോലെ ആഡ്സ് എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാനായിട്ട് പറ്റും, ഞാൻ ഷോപ്പിഫൈ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ ഇൻസ്റ്റാഗ്രാം എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ എന്താണ് ഫേസ്ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഷോപ്പിഫൈയിൽ പോയിട്ട് എന്ത് ചെയ്യുക, സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ആപ്സ് ആൻഡ് സെയിൽസ് ചാനൽ എടുക്കുക. അതിന് ഷോപ്പിഫൈ ആപ്പ് സ്റ്റോറിലേക്ക് പോവാം. ആപ്പ് സ്റ്റോറിലേക്ക് പോയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം എന്ന് കാണുന്നുണ്ട്. കാണാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ സെർച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ, ഇൻസ്റ്റാൾ. നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ പിൻ ചെയ്ത് വെക്കുകയാണ്. വേറെ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല, ജസ്റ്റ് ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ ആക്കിയേ ഉള്ളൂ. ഇവിടെ വേറെ ഗെറ്റ് സ്റ്റാർട്ടഡോ കാര്യങ്ങളോ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഈ രണ്ട് ഇതിനെ ക്ലോസ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം, ഫേസ്ബുക്കിലേക്ക് പോകാം. ഫേസ്ബുക്കിലേക്ക് വിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഫസ്റ്റ് ഒരു പേജ് തുടങ്ങാം. ഇത് എൻ്റെ പേരിൽ ഞാൻ ഇപ്പോൾ ഒരു അക്കൗണ്ട് തുടങ്ങിയതാണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മൾ മെനു എടുക്കുക. മെനു എടുത്തതിന് ശേഷം ഇവിടെ പേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പേജ് ക്ലിക്ക് ചെയ്യുക. പേജ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്താണ്, നമ്മുടെ സ്റ്റോർ നെയിം കൊടുക്കുക, കിച്ചൺ ലോഫ്റ്റ്. പേജ് നെയിമിൽ നമ്മുടെ സ്റ്റോർ നെയിം കൊടുക്കുക. കാറ്റഗറിയിൽ കിച്ചൺ, ഞാൻ കിച്ചൺ ആൻഡ് കുക്കിംഗ് എടുത്തു. അടുത്ത ബയോ ഓപ്ഷനിൽ വി സെൽ കിച്ചൺ പ്രോഡക്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. നിങ്ങൾക്ക് ചാറ്റ് GPT എന്നൊക്കെ എടുത്തിട്ട് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. ജസ്റ്റ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ക്രിയേറ്റ് പേജ് എടുത്തു. ക്രിയേറ്റ് പേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വെബ്സൈറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെബ്സൈറ്റ് കൊടുക്കുകയാണ്, www.kitchenloft.shop. ഓക്കെ, kitchenloft.shop കൊടുത്തു. അടുത്ത നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്താ കൺട്രി കോഡ് കൊടുത്തതിന് ശേഷം എന്താ നമ്പർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് എന്താ അടുത്ത ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമെയിലും കൊടുത്തു. ഇനി എന്താ നമ്മളെ ലൊക്കേഷൻ കൊടുക്കുക. ഓക്കെ, ലൊക്കേഷനും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ, ഇനി താഴെ എന്താ ഹവേഴ്സ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അതിലെന്താ ആൾവേസ് ഓപ്പൺ കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കവർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താണ്, ഞാൻ പ്രൊഫൈൽ പിക്ചർ കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് മറ്റേ സ്ക്വയറിലുള്ളത് കൊടുക്കാം. കവർ ഫോട്ടോ ചോദിക്കുന്നുണ്ട്. കവർ ഫോട്ടോ ഞാൻ ലോങ് ആയിട്ടുള്ളത് കൊടുക്കുകയാണ്. ഓക്കെ, ഓക്കെ, ഇപ്പോൾ കവർ ഫോട്ടോ ഞാൻ ഇതും കൊടുത്തിട്ടുണ്ട്. കവർ ഫോട്ടോ നമുക്ക് വേണമെങ്കിൽ ഓക്കെ. എന്നിട്ട് എന്താ ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം വാട്സാപ്പ് നമ്പർ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, കൊടുത്തില്ലെങ്കിൽ നമുക്ക് പിന്നീട് കൊടുക്കാനായിട്ട് പറ്റും. ഞാൻ ഇപ്പോൾ സ്കിപ്പ് ചെയ്യുവാണ്. അടുത്ത് നെക്സ്റ്റ് കൊടുക്കുവാണ്. അടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ ചെയ്യാം, ഓൺ ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഡണ്ണ് കൊടുത്തിന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ ഒരു പേജ് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, ഓക്കെ, നമ്മുടെ പേജ് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ മെറ്റാ ബിസിനസ് ഇട്ടെന്ന് കാണാനായിട്ട് പറ്റും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ മെറ്റാ ബിസിനസ് സൂട്ടിലേക്ക് പോകും. അപ്പോൾ പോയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് ആഡ്സ് മാനേജർ എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ആഡ്സ് മാനേജർ എടുത്ത് ഞാൻ കാണിച്ചു തരാം. ആഡ്സ് മാനേജർ എടുത്തു, അക്കൗണ്ട് ഓവർവ്യൂ എടുത്തു. നമ്മളിപ്പോൾ ബിസിനസ് മാനേജറും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇനി തുടങ്ങണം, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ആഡ്സ് മാനേജർ കയറിയാണ്, കാണിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആഡ്സ് മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യുക,
നമ്മൾ ഇവിടെ ആൾ ടൂൾസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആഡ്സ് മാനേജറാണിത്. ആഡ്സ് മാനേജറിൽ ഇത് ക്യാമ്പയിൻസ്, ആഡ് റൺ ചെയ്യാനുള്ള പ്ലേസ് ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഞാൻ കയറിയതേ ഉള്ളൂ. നെക്സ്റ്റ് ഇവിടെ എന്താ ആൾ ടൂൾസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആൾ ടൂൾസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബിസിനസ് സെറ്റിങ്സ് ഉണ്ട്. ബിസിനസ് സെറ്റിങ്സിൽ പോവുക. ബിസിനസ് സെറ്റിങ്സിൽ പോയിട്ട് എന്താ ഇവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എടുക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇവിടെ യുവർ ബിസിനസ് നെയിം, അത് കഴിഞ്ഞാൽ യുവർ നെയിം, അതിന് യുവർ ബിസിനസ് ഇമെയിൽ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ നമ്മളെ ബിസിനസ്സിൻ്റെ നെയിം എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. ഞാൻ കിച്ചൺ ലോഫ്റ്റ് എന്ന് കൊടുത്തു. നെക്സ്റ്റ് ഇനി എന്താ ബിസിനസ് ഇമെയിൽ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. ഞാൻ ഏത് ഇമെയിൽ അഡ്രസ്സ് വെച്ചെടുത്താൽ ഓക്കെ, ഞാൻ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുവാണ്. ഓക്കെ, ഞാൻ ഇമെയിൽ അഡ്രസ്സും കൊടുത്തു. എന്താ സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, സബ്മിറ്റ് കൊടുത്തതിന് അവിടെ കൺഫേം യുവർ ഇമെയിൽ അഡ്രസ്സും ചോദിക്കുന്നത്. ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്തതിന് ശേഷം എന്താ നിങ്ങൾക്ക് ഇമെയിലിൽ പോയി ചെക്ക് ചെയ്താൽ ഒരു മെയിൽ വന്നാണ്. അത് പിന്നീട് വെരിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വെരിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് എപ്പോഴും വേണം അത് വെരിഫൈ ചെയ്യാൻ. ഇപ്പം വെരിഫൈ ചെയ്യുന്നില്ല, ഇപ്പോൾ അത് മെയിലും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ വെരിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് ഇനി എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ആഡ്സ് മാനേജർ ഉണ്ട്. ആഡ്സ് മാനേജറിലേക്ക് പോവാം. അക്കൗണ്ട് ഓവർവ്യൂ എടുക്കുക. തിരിച്ചൊന്നുകൂടെ എന്താ നമുക്ക് ബിസിനസ് സെറ്റിങ്സിലേക്ക് പോകാം. ഇപ്പോൾ ബിസിനസ് സെറ്റിങ്സിലിട്ട് പോയാൽ നമ്മളെ ഒരു ബിസിനസ് ക്രിയേറ്റ് ആയി കഴിഞ്ഞ് നമ്മൾ ആൾറെഡി ക്രിയേറ്റ് ആക്കിയതാണ്. കിച്ചൺ ലോഫ്റ്റ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ആക്കിയതാണ്. അപ്പോൾ നമ്മളെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. നമ്മുടെ നെയിം ഇവിടെ കാണാനായിട്ട് പറ്റും. അതെന്താ നെക്സ്റ്റ് എന്താ പേജസിലേക്ക് പോവാം. പേജസിലേക്ക് പോയാൽ നമ്മുടെ പേജ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് എടുക്കുക. എന്നിട്ട് ആഡ് എ പേജ് ഉണ്ട്. ആഡ് എ പേജ് എടുക്കുക. എന്താ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കിച്ചൺ ലോഫ്റ്റ്. കിച്ചൺ ലോഫ്റ്റ് എന്ന് അടിച്ചപ്പോൾ തന്നെ വന്നു. നെക്സ്റ്റ് എന്താ ആഡ് പേജ് കൊടുക്കുക. ആഡ് പേജ് കൊടുത്തതിന് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ ഇവിടെ അസൈൻ പീപ്പിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ നെയിം കാണാൻ പറ്റും. നെയിം കാണാൻ പറ്റാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇവിടെ അസൈൻ പീപ്പിൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ആൾ കൊടുക്കുക, എവറിത്തിങ് കൊടുക്കുക, അസൈൻ കൊടുക്കുക. ഓക്കെ, ഡൺ. അടുത്തിനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ജസ്റ്റ് എന്താ നമ്മൾ ആഡ് അക്കൗണ്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് എന്താ ആഡ് കൊടുക്കുക, ക്രിയേറ്റ് എ ന്യൂ ആഡ് അക്കൗണ്ട് കൊടുക്കുക. ഓക്കെ, ഇനി എന്താ ആഡ് അക്കൗണ്ട് നെയിമിൽ എന്താ നമ്മൾ നമ്മുടെ സ്റ്റോറിന് നെയിം കൊടുത്തിട്ട് കിച്ചൺ ലോഫ്റ്റ് ആഡ് അക്കൗണ്ട് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, കിച്ചൺ ലോഫ്റ്റ് ആഡ് അക്കൗണ്ട് കൊടുത്ത് ടൈം സോണ് നമ്മൾ 5:30 വരുന്ന രീതിയിലാണ് സെലക്ട് ചെയ്യാനായിട്ടുള്ളത്. ഞാൻ പറഞ്ഞുതരാം. 5:30 ഓക്കെ, 5:30 ഇല്ലേ? 5:30 ഏഷ്യ കൊൽക്കത്ത ഉണ്ട്. സെലക്ട് ചെയ്തു. കറൻസി എന്താ നിങ്ങൾ പ്രത്യേകം ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണ്. കറൻസി INR എടുക്കുക. ഓക്കെ, INR എടുത്തു. നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത് മൈ ബിസിനസ് ആണോ അനദർ ബിസിനസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. മൈ ബിസിനസ് കൊടുക്കുക, ക്രിയേറ്റ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും. സെലക്ട് ആൾ കൊടുക്കുക, മാനേജ് ആഡ് അക്കൗണ്ട്സ് കൊടുക്കുക, അസൈൻ കൊടുക്കുക. ഇപ്പോൾ ആഡ് പേയ്മെൻറ്റ് വെച്ചിട്ട് ഇപ്പോൾ ആഡ് ചെയ്യേണ്ട. അപ്പോൾ നമ്മളത് എക്സിറ്റ് കൊടുക്കുന്നു. അതിന് എന്താ നമുക്ക് ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാം എടുക്കുക, ആഡ് ചെയ്ത് കൊടുക്കുക, കണക്ട് യുവർ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ പാസ്വേഡും കാര്യങ്ങളും ഇമെയിലും പാസ്വേഡും ചോദിക്കും. ജസ്റ്റ് എന്താ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോഗിൻ ഐഡിയും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും ചോദിക്കുന്നത്. ഇതിലെന്താ നമ്മൾ ബിസിനസ് സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക, അതിന് പിന്നെ നെക്സ്റ്റ് കൊടുക്കുക. അതിന് കാറ്റഗറി ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാറ്റഗറിയിൽ നമ്മളത് ഷോപ്പിംഗ് ആൻഡ് റീറ്റെയിൽ സെലക്ട് ചെയ്യുക, ഡണ്ണ് കൊടുക്കുക. അതുകഴിഞ്ഞ് ഇവിടെ ബിസിനസ്സിൻ്റെ ഇമെയിലും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. സേവ് കൊടുക്കുക ജസ്റ്റ്. അതിൻ്റെ ഡണ്ണ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ആഡ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിലെന്താ സെലക്ട് ആൾ ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ എന്താ ഫിനിഷ് കൊടുക്കുക. ഓക്കെ, അത് തന്നെ ഇവിടെ ഡൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഡണ്ണ് കൊടുക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് വാട്സപ്പ് അക്കൗണ്ട് ആഡ് ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ നമുക്ക് എന്തായാലും ആഡ് റൺ ചെയ്യാനായിട്ട് വാട്സപ്പ് നമ്പറിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ വാട്സപ്പിലേക്ക് ഡയറക്റ്റ് കൊണ്ടുവരുന്നവരാണെങ്കിൽ ഇവിടെ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ വാട്സപ്പ് ആഡ് ചെയ്യുന്നില്ല, കാരണം എൻ്റെ നമ്പർ ആൾറെഡി വാട്സപ്പിലൊക്കെ വേറെ ബിസിനസ് മാനേജറിൽ ആൾറെഡി വാട്സപ്പിലുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വാട്സപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ നമുക്ക് ഡാറ്റാ സോഴ്സിലേക്ക് പോകാം. അപ്പോൾ ഡാറ്റാ സോഴ്സ് എടുക്കുക. അതിനെന്താ നിങ്ങൾക്ക് ഇവിടെ പിക്സൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് പിക്സൽ ആക്ച്വലി അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്താണ് ഡാറ്റാ സെറ്റിൽ പോയാണ് പിക്സലും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുള്ളത്. പിക്സൽ എന്താണെന്ന് പറഞ്ഞാലാണ് നമ്മുടെ ഷോപ്പിഫൈയും ഈ ഒരു നമ്മുടെ ഫേസ്ബുക്ക് മാനേജറുമായിട്ട്, ഈ ഒരു മെറ്റാ ബിസിനസ് മാനേജറുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു ഒരു കാര്യം, കണക്ട് ചെയ്യുന്നൊരു എന്താണ് ട്രാക്ക് ചെയ്യാനുള്ളൊരു ഇതാണ് പിക്സൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റിൽ നടക്കുന്ന കാര്യങ്ങളും നമ്മളെ മെറ്റാ ബിസിനസ് യൂട്ടിന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കാര്യമാണ് പിക്സൽ എന്ന് പറയുന്നത്. അപ്പോൾ പിക്സലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു നമ്മുടെ ഷോപ്പിഫൈയും നമ്മുടെ ഈ ഫേസ്ബുക്കുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പിക്സൽ ഇപ്പോൾ ഗോ ടു ഡാറ്റാ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡാറ്റാ സെറ്റിലേക്ക് പോകാം. ഡാറ്റാ സെറ്റിലേക്ക് പോയിട്ട് ഇവിടെ ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തിട്ട് നമ്മൾ പിക്സലിൻ്റെ നെയിം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കിച്ചൺ ലോഫ്റ്റ് പിക്സൽ 1 എന്ന് കൊടുക്കുവാണ്.
പിക്സൽ ഉണ്ടെന്ന് കൊടുത്തു, ക്രിയേറ്റ് കൊടുത്തു. ഇപ്പോൾ ക്രിയേറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് അസൈൻ പീപ്പിൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അസൈൻ പീപ്പിൾ കൊടുക്കുക, ഡണ്ണ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെയും അസൈൻ പീപ്പിൾ കൊടുത്തിട്ട് സെലക്ട് ആൾ, അസൈൻ. ഓക്കെ, ഡൺ. ഇനി അടുത്ത് കണക്റ്റഡ് അസറ്റ് ഉണ്ട്. കണക്റ്റഡ് അസറ്റ് എടുക്കുക, അസൈൻ അസറ്റ്സ് എടുക്കുക, സെലക്ട് ആൾ കൊടുക്കുക, ആഡ് കൊടുക്കുക. ഓക്കെ ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഓപ്പണിംഗ് ഇവൻറ്റ് മാനേജർ എടുക്കുക. ഇവൻറ്റ് മാനേജർ എടുത്തതിന് ശേഷം ഇതൊക്കെ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്ത് കളയുക. അതിന് ഇവിടെ ഉണ്ട് സെറ്റപ്പ് മെറ്റാ പിക്സൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സെറ്റപ്പ് മെറ്റാ പിക്സൽ കൊടുക്കുക. ചെക്ക് ഫോർ പാർട്ട്നേഴ്സ് എന്ന് ചോദിക്കുന്നുണ്ട്. ചെക്ക് ഫോർ പാർട്ട്നേഴ്സ് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് ഷോപ്പിഫൈ ഉണ്ടാവും. ഷോപ്പിഫൈ എടുക്കുക. ഷോപ്പിഫൈ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഐ ഹാവ് കംപ്ലീറ്റഡ് സെറ്റപ്പ് ഓൺ ഷോപ്പിഫൈ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ ഇതിൽ കയറുക, നമ്മുടെ ഷോപ്പിഫൈയിൽ കയറുക. നേരത്തെ നമ്മൾ വെച്ച അതേപോലെ ഉണ്ട്. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക, കണക്റ്റ് അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് വന്നോളൂ. നമ്മൾ ആൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടിന്യൂ കൊടുക്കുക, കൺഫേം അക്കൗണ്ട് കൊടുക്കുക, അലോ കൊടുക്കുക. അപ്പോൾ ഇത്രയും കൊടുത്താൽ നമ്മളെ നമ്മുടെ പേജിൻ്റെ നെയിം കാണിക്കും. പേജല്ല, നമ്മുടെ ബിസിനസ് മാനേജറിൻ്റെ നെയിം കാണിക്കും. അപ്പോൾ അത് കണക്ട് ചെയ്യുക. അടുത്ത് ഇതിൽ മാക്സിമം സെലക്ട് ചെയ്യുക, സേവ് കൊടുക്കുക. അടുത്ത് നമ്മുടെ പിക്സൽ ഇവിടെ ചോദിക്കും. പിക്സൽ കിച്ചൺ ലോഫ്റ്റ് പിക്സൽ ഉണ്ടെന്നുള്ളത് കണക്ട് ചെയ്ത് കൊടുക്കുക, അക്സെപ്റ്റ് കൊടുക്കുക, സബ്മിറ്റ് ഫോർ റിവ്യൂ എടുക്കുക. അപ്പോൾ എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇത് മൊത്തത്തിലൊന്ന് ലോഡായി കഴിയണം. ഒരു 2-3 മിനിറ്റ് എടുക്കും. ഓക്കെ, ഇപ്പോൾ കണക്റ്റ് ആവാറായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആക്റ്റീവ് എന്ന് പറഞ്ഞ് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് എന്താ, നിങ്ങൾ ഇവൻറ്റ് മാനേജർ എടുക്കുക, ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. അടുത്തെന്താ, ഇവിടെ URL ടൈപ്പ് ചെയ്യുക, www.kitchenloft.shop. ഇപ്പോൾ www.kitchenloft.shop എന്ന് കൊടുത്തു. ഇനി എന്താ, സെൻഡ് ടെസ്റ്റ് ട്രാഫിക് കൊടുക്കുക. അപ്പോൾ സെൻഡ് ടെസ്റ്റ് ട്രാഫിക് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ പോയി നോക്കുക. ഇവിടെ നോ ആക്ടിവിറ്റി എത്തുന്നുള്ളത് ആക്റ്റീവ് ആവണം. അപ്പോൾ അതിന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ചിലർക്ക് ഫസ്റ്റ് ട്രൈ തന്നെ വരത്തില്ല. എനിക്കിപ്പോൾ ഫസ്റ്റ് ട്രൈ തന്നെ വന്നു, ആക്റ്റീവ് എന്ന് കാണിച്ചു. കുറച്ച് പേര് ഇതിൽ നിന്ന് കഴിഞ്ഞ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാലേ ചിലപ്പോൾ ആക്റ്റീവ് എന്ന് കാണിക്കത്തുള്ളൂ. ചിലർക്ക് ആക്റ്റീവ് എന്ന് വരത്തില്ല, ഒന്നുകൂടെ ചെയ്യാനായിട്ട് പറയും. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്താ, ഒന്നുകൂടെ ചെയ്താൽ മതി, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ആക്റ്റീവ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ എന്താ, നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ ഫിനിഷ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ഫിനിഷ് കൊടുക്കുക. അപ്പോൾ പിക്സലും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ആഡ്സ് മാനേജറിലേക്ക് പോവുക. അതിനായിട്ട് ആൾ ടൂൾസ് എടുക്കുക, ബിസിനസ് സെറ്റിങ്സിൽ പോകാം. ആഡ്സ് മാനേജർ അല്ല, ബിസിനസ് സെറ്റിങ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആഡ് അക്കൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു, അതുപോലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു, അതുപോലെ പിക്സൽ കണക്റ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇനി നോക്കേണ്ടതായിട്ടൊന്നും വരുന്നില്ല. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇനി ഒന്നും നോക്കേണ്ടതായിട്ട് വരുന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ആൾ ടൂൾസ് എടുക്കുക, ആഡ്സ് മാനേജറിൽ പോവുക. ഓക്കെ, അപ്പോൾ ആഡ്സ് മാനേജറിൽ പോയിട്ട് എന്താ, ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക, കിച്ചൺ ലോഫ്റ്റ് സെലക്ട് ചെയ്യുക. കിച്ചൺ ലോഫ്റ്റ് ആഡ് അക്കൗണ്ട് ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഓക്കെ, അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇൻഡസ്ട്രി ചോദിക്കുന്നുണ്ട്. നമ്മളെന്താണ്, കിച്ചണുമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് കൊടുക്കുക. ഇ-കൊമേഴ്സ് എടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത ഓൺലൈൻ സെയിൽസിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്, നെക്സ്റ്റ് കൊടുക്കുക. ഇതിപ്പോൾ ഒരു ജസ്റ്റ് നമ്മളെ കൊണ്ടൊരു ആഡ് ജസ്റ്റ് മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുന്നതാണ്, ട്യൂട്ടോറിയൽ മോഡൽ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ ക്യാമ്പയിൻസ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് ആഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, ക്ലോസ് ചെയ്യുവാണ്. ഡോണ്ട് ഷോ ദിസ് അഗൈൻ, ക്ലോസ് കൊടുത്തു. അടുത്തെന്താ, ഇതൊന്ന് ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. ഇപ്പോൾ നമുക്കിതിൻ്റെ ആവശ്യമില്ല, അപ്പോൾ ജസ്റ്റ് ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ, പേയ്മെൻറ്റ് മെത്തേഡും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അതിനായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് മൗസിനെ കൊണ്ടുവന്നതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം ഓപ്പണായി വരും. ഇതിലെന്ത് ചെയ്യുക, നമുക്ക് ആദ്യം ബില്ലിംഗ് ആൻഡ് പേയ്മെൻറ്റ്സ് എടുക്കുക. ബില്ലിംഗ് ആൻഡ് പേയ്മെൻറ്റ്സ് എടുത്തതിന് ശേഷം ഇവിടെ എന്താണ്, സിംപ്ലി ആഡ് യുവർ ഫസ്റ്റ് പേയ്മെൻറ്റ് മെത്തേഡ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. അടുത്ത് എന്താ, ഇതിൽ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും സെലക്ട് ആണെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എമൗണ്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അതിൽ UPI സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് കാർഡ് കൊടുക്കാം, UPI കൊടുക്കുക, ഏതായാലും പ്രശ്നമില്ല. ഞാനിപ്പോൾ UPI ആണ് സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഒരു 50 റുപ്പീസ് ആഡ് ചെയ്തിടുവാണ്. ഓക്കെ, ഇപ്പോൾ UPI ഇപ്പം ലോഡായിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ ലോഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സെറ്റിങ്സ് ആയിരിക്കും ചോദിക്കുന്നത്. ഇതിലെന്താ ഇവിടെ എഴുതിയിട്ടുണ്ട് എൻ്റർ യുവർ ലീഗൽ നെയിം ഇഫ് യു ഡോണ്ട് ഹാവ് എ ബിസിനസ് നെയിം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ നെയിമും എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ നെയിമും എടുത്തു. അടുത്ത് ബിസിനസ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ നമ്മളെ ലീഗൽ അഡ്രസ്സ്, ഇപ്പോൾ നമ്മളെ ലീഗൽ അഡ്രസ്സ് എന്താണ് ആ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ അഡ്രസ്സ് ഞാൻ കൊടുത്തു. ഇനി കൺട്രി ചോദിക്കുന്നുണ്ട്. കൺട്രിയിൽ എന്താ കേരള സെലക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ പിൻകോഡും കാര്യങ്ങളൊക്കെ എന്താ കൊടുക്കുക. അതിനെ പിന്നെ നമ്മുടെ GSTയും പാൻ കാർഡും ചോദിക്കുന്നുണ്ട്. ഇത് രണ്ടും കൊടുക്കേണ്ട ആവശ്യമില്ല. പാൻ കാർഡ് വേണമെന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് എന്താ ഈ ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താ യെസ് ഐ ആം ബൈയിങ് ആഡ്സ് ഫോർ ബിസിനസ് പർപ്പസ് ഉണ്ട്, നോ ഐ ആം ബൈയിങ് ആഡ്സ് ഫോർ ബിസിനസ് പർപ്പസ് എന്നുണ്ട്. അപ്പോൾ നോ ഐ ആം നോട്ട് ബൈയിങ് ആഡ്സ് ഫോർ ബിസിനസ് പർപ്പസ് കൊടുക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ യെസ് ഐ ആം ബൈയിങ് ആഡ്സ് ഫോർ ബിസിനസ് പർപ്പസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലൊരു വെരിഫിക്കേഷൻ വരും. നമുക്ക് റെസ്ട്രിക്റ്റ് ആവുന്ന രീതിയിൽ, നമ്മൾ ആഡ് അക്കൗണ്ട് റെസ്ട്രിക്റ്റ് ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്താണ് ആഡ് അക്കൗണ്ട് ഡിസേബിൾഡ് ആവുന്ന രീതിയിൽ നമുക്കൊരു റെസ്ട്രിക്ഷൻ വരും. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു വെരിഫിക്കേഷൻ്റെ പ്രോസസ്സായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഇതാണ് ഈ ഫസ്റ്റ് ഓപ്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളെ ബിസിനസ് ഡീറ്റെയിൽസ് ആയിരിക്കും ചോദിക്കുന്നത്. നമുക്ക് ബിസിനസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ രണ്ടാമത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് പറ്റും. കാരണം അത് ബിസിനസ് അല്ലാന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വലി നമ്മൾ ആഡ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസ് ആയ മറ്റേ ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, അതുപോലെ പാസ്പോർട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളെ ചോദിക്കത്തുള്ളൂ. വോട്ടർ ID ഇങ്ങനത്തെ കാര്യങ്ങളെ ചോദിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ നോ ഐ ആം നോട്ട് ബൈയിങ് ആഡ്സ് ഫോർ ബിസിനസ് പർപ്പസ് എടുക്കുക. നെക്സ്റ്റ് എന്താ സേവ് കൊടുക്കുക. ഓക്കെ, സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് ആഡ് ചെയ്യാനായിട്ട് വരും. നിങ്ങളൊരു 50 റുപ്പീസ് ആഡ് ചെയ്തിടുക. ഫസ്റ്റ് 50 റുപ്പീസ് ആഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസേബിൾഡ് ആയി കഴിഞ്ഞിട്ട് തിരിച്ചെടുക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്താണ് കുറേ എമൗണ്ട് നഷ്ടപ്പെടത്തില്ല. ഈ 50 രൂപ മാത്രമേ പോകത്തുള്ളൂ. അപ്പോൾ ഒരിക്കൽ എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചൊരിക്കലും എടുക്കാൻ പറ്റില്ല. പിന്നെ ആദ്യം ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് എന്താണ് 50 റുപ്പീസ് ഇട്ട് നോക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ UPI എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ UPI പേയ്മെൻറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി എന്താ നമുക്ക് ഫോൺ എടുത്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കുക. ജനറേറ്റ് QR കോഡ് കൊടുത്തു. ഇനി നമുക്ക് എന്താ നമുക്ക് ഫോൺ വഴി പേ ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് എന്താ ഞാൻ പേ ചെയ്ത് കൊടുക്കുവാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് പേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പേ ചെയ്തതിനാൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിലായിരിക്കും കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ 50 റുപ്പീസ് സക്സസ്ഫുള്ളി ആഡഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് എൻ്റെ ഡണ്ണ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 രൂപ ആഡ് ആയതായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താ പേയ്മെൻറ്റ് മെത്തേഡ്സിൽ പോവുക. പേയ്മെൻറ്റ് മെത്തേഡ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മോഡിഫൈ പെർമിഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. മോഡിഫൈ പെർമിഷൻ കൊടുക്കുക. അതുകൊണ്ട് എന്താ നെക്സ്റ്റ് കൊടുക്കുക, ഡണ്ണ് കൊടുക്കുക. ഓക്കെ, അതുകൊണ്ട് എന്താ ജസ്റ്റ് എന്താ അക്കൗണ്ട്സിൽ പോവുക. അക്കൗണ്ട്സിൽ പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇവിടെ ആക്റ്റീവ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ എന്താ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ മാറിക്കോളും. എന്തോ ബഗ് ഇഷ്യൂ ആണ്. നെക്സ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ അക്കൗണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് മൗസ് കൊണ്ട് അക്കൗണ്ട് ഓവർ എന്നുള്ളൊരു കാര്യം കാണാനായിട്ട് വരും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിനാൽ നിങ്ങൾക്ക് ഇവിടെ കൺഫേം ചെയ്യാനായിട്ട് നമ്മുടെ പേജ് ഇതാണെന്ന് കൺഫേം ചെയ്യാനായിട്ടുണ്ടാവും. ജസ്റ്റ് എന്താ കൺഫേം ചെയ്യുക. ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാനായിട്ടുണ്ടാവും. നമ്മുടെ ഫോൺ നമ്പർ എന്താ ടൈപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, കൺട്രി കോഡ്, ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലാംഗ്വേജിന് ഇംഗ്ലീഷ് തന്നെ കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത് ഏതിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് കോഡ് വരണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് കോഡ് ഞാൻ ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ വാട്സപ്പിലേക്ക് എന്ത് ചെയ്യും, ഒരു കോഡ് വരും. ഓക്കെ, അപ്പോൾ എനിക്ക് കോഡ് വന്നിട്ടുണ്ട് 218309. ഓക്കെ, 218309 കൊടുത്തു. എന്നിട്ട് യുവർ ഫോൺ നമ്പർ ഹാസ് ബീൻ വെരിഫൈഡ് എന്ന് കൺഫേംഡ് എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. എന്നിട്ട് എന്താ ഡണ്ണ് കൊടുക്കുക. ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഇവിടെ മേളിൽ നോക്കിയാൽ കാണാനായിട്ട് പറ്റും അക്കൗണ്ട് സ്പെൻഡിങ് ലിമിറ്റ് 42.37 എന്ന് കാണാനായിട്ട് പറ്റും. അതെന്തെന്ന് പറഞ്ഞാൽ അതിൽ 8 രൂപ ആൾറെഡി GST പിടിച്ച് കഴിഞ്ഞു. നമുക്ക് 100 രൂപയിൽ 18 പോയിൻറ്റ് എത്രയോ രൂപ എന്താണ് നമുക്ക് GST പിടിക്കും. അപ്പോൾ 50 രൂപയ്ക്ക് 8 പോയിൻറ്റ് സംതിങ് റുപ്പീസ് GST പിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്കെന്താണ് നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റായി. ഇനിയൊന്നും ടേണോ ഒന്നും ചെയ്യാനായിട്ടില്ല. ജസ്റ്റ് കണ്ടിന്യൂ എടുക്കുക. കണ്ടിന്യൂ എടുത്ത് ഡയറക്റ്റ് ആഡ് റൺ ചെയ്യാനായിട്ട് പോകും. അപ്പോൾ അതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക, ക്യാമ്പയിൻസ് സെലക്ട് ചെയ്യുക.
നമ്മുടെ ആഡ്സ് മാനേജറിൻ്റെ ഫുൾ സെറ്റപ്പും കാര്യങ്ങളും ഇൻ്റഗ്രേഷൻ എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാനുള്ള എന്താണ്, ആഡ്സ് റണ്ണ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുക, ഓക്കെ, ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ആഡ് കൊടുക്കുക. ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ക്രിയേറ്റ് ആഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ക്രിയേറ്റ് ആഡ് കൊടുക്കുക. ക്രിയേറ്റ് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ കുറേ ഇത് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് എന്ത് ചെയ്യുക, സെയിൽസ് ക്ലിക്ക് ചെയ്യുക. സെയിൽസ് എടുത്തിട്ട് എന്ത് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ എടുത്ത് ഇവിടെ അഡ്വാൻറ്റേജ് പ്ലസ് ഷോപ്പിംഗ് ക്യാമ്പയിനും കാണാൻ പറ്റും, ഇതും കാണാൻ പറ്റും. മാനുവൽ സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഇങ്ങോട്ട് പോകാം. അഡ്വാൻറ്റേജ് കാറ്റലോഗ് ആഡ്സ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഓഫ് ചെയ്തിടുക. അതൊരു ഫീച്ചേഴ്സാണ്, നമുക്ക് അതിൻ്റെ യൂസ് ഇല്ല. ജസ്റ്റ് ഇനി താഴോട്ട് പോകാം. അഡ്വാൻറ്റേജ് ക്യാമ്പയിൻ ബഡ്ജറ്റ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ഓഫ് ചെയ്യണം. ഇപ്പോൾ 2-3 ആഡ് സെറ്റൊക്കെ ഇട്ട് ടെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ നമ്മൾ പ്രൊഡക്റ്റൊക്കെ ചെയ്യുമ്പോൾ വരുന്നതാണ്. ഇതിപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം ആഡ് ഉപയോഗിച്ച് തന്നെ മറ്റേ ഉപയോഗിച്ച് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കാര്യങ്ങളെല്ലാം റണ്ണും. അപ്പം ഇവിടെ അഡ്വാൻറ്റേജ് ക്യാമ്പയിനൊന്നും വെക്കുന്നില്ല, ജസ്റ്റ് ഓഫ് ചെയ്തിടുവാണ്. താഴോട്ട് പോവുക. അപ്പോൾ ഇതിലൊന്നും കൊടുക്കാനായിട്ടൊന്നുമില്ല. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ ന്യൂ സെയിൽസ് ആഡ് സെറ്റ്, ഇതിൻ്റെ നെയിമും കൂടെ നമുക്ക് മാറ്റണം കേട്ടോ. ഇപ്പോൾ സെയിൽസ് ക്യാമ്പയിൻ കൊടുത്തിട്ട് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യണം. ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഏത് ആഡ് റൺ ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുവാണ്. ചുമ്മാ ഒരു ഇത് സെലക്ട് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഇത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ എടുക്കണം. വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നു റെപ്പോസ് ക്ലൗഡിൽ തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ടെന്ന് തോന്നുന്നു. റെപ്പോസോ ക്ലൗഡ്, റെപ്പോസോ ക്ലൗഡിന് ആഡ് ചെയ്ത പ്രൊഡക്റ്റാണ്. ഓക്കെ, റെപ്പോസോ ക്ലൗഡിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, വീഡിയോ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഇനി അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആഡ്സ് മാനേജർ എടുക്കുക. അപ്പോൾ ഞാൻ എന്തായിരുന്നു പ്രൊഡക്റ്റിൻ്റെ നെയിം എന്തായിരുന്നു, എഗ് ഹോൾഡർ. ഓക്കെ, എഗ് ഹോൾഡർ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്, കാരണം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. എഗ് ഹോൾഡർ, അടുത്ത എഗ് ഹോൾഡർ ക്യാമ്പയിൻ എന്ന് കൊടുക്കാം. എഗ് ഹോൾഡർ ക്യാമ്പയിന് അടുത്ത് ആഡ് സെറ്റ് മാറ്റിയിട്ട് എഗ് ഹോൾഡർ കൊടുക്കാം. അപ്പോൾ എഗ് ഹോൾഡർ ആഡ് സെറ്റ് എന്ന് കൊടുത്തു. അടുത്ത് നമുക്ക് എവിടേക്കാണ് നമുക്ക് ഇത് വരേണ്ടത്, ഇവിടേക്കാണ് കൺവേർഷൻ വരേണ്ടത്. ഇപ്പോൾ നമ്മളിവിടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മെസ്സേജിങ് ആപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഡയറക്റ്റ് വാട്സപ്പിലേക്കൊക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ മാക്സിമം നമ്പർ ഓഫ് കൺവേർഷൻസ് സെലക്ട് ചെയ്യുക. പിക്സൽ, നമ്മുടെ പിക്സൽ ഇവിടെ കാണിക്കും. പിക്സൽ സെലക്ട് ചെയ്യുക. കൺവേർഷൻ ഇവൻറ്റിൻ്റെ പർച്ചേസ് സെലക്ട് ചെയ്യുക. ഓക്കെ, പർച്ചേസ് അതിന് ഈ ഒരു മെത്തേഡ് കാണിക്കും. ഇത് നിങ്ങൾ കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ ഇവിടെ 14 ഡേയ്സ് എങ്ങാണ്ട് പിക്സൽ ആക്റ്റീവ് അല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. എന്ന് പറഞ്ഞാൽ 14 ഡേയ്സ് ആയിട്ട് നമ്മൾ പുതിയതായിട്ട് തുടങ്ങുന്ന സമയത്ത് ആ ഒരു പിക്സൽ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ്, അല്ലാതെ വേറെ ഇതൊന്നുമല്ല. ജസ്റ്റ് അത് കഴിഞ്ഞു. ഇനി താഴോട്ട് പോവാം. താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ബഡ്ജറ്റ് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 500 ആണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആൾറെഡി ഇപ്പോൾ 50 രൂപ ആഡ് ചെയ്തിട്ടുള്ളൂ. ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ബാക്കി 500 രൂപ ഇടാം. എന്നിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ 500 രൂപ ഇട്ടു ഞാൻ. അത് കഴിഞ്ഞാൽ ഇത് ഡെയിലി 500 രൂപയാണ് കേട്ടോ. ഡെയിലി നമ്മുടെ കയ്യിൽ നിന്ന് 500 രൂപയായിട്ട് സ്പെൻഡ് ആവും. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര ബഡ്ജറ്റ് വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ ഞാൻ 500 രൂപ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇനി നമുക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടുണ്ട്. ജസ്റ്റ് ലൊക്കേഷൻ എടുക്കുക. ലൊക്കേഷനിൽ കുറച്ച് പ്ലേസസ് എക്സ്ക്ലൂഡ് ചെയ്യണം. എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഏതൊക്കെ പ്ലേസസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യയിൽ RTOs വരുന്ന പ്ലേസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യുക. അതപ്പോൾ നമുക്ക് ഓരോ ടൈമിൽ ഓരോ മോഡലിലാണെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു 6-7 സ്ഥലങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 2-3 വർഷം കഴിഞ്ഞാൽ അതേ പ്ലേസ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഡെലിവറിയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സ്ഥലത്താണ്. അപ്പോൾ അവിടെ നിന്ന് ആഡ് കാണിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇനി 2-3 വർഷം കഴിയുമ്പോൾ അവിടേക്ക് ഇനി ഡെലിവറി വന്നേക്കാം. അപ്പോൾ നമ്മൾ അതിന് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ 1 വർഷം കഴിഞ്ഞിട്ടോ 2 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അത് ശരിയായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഇവിടെ 2-3 പ്ലേസസ്, ഒരു 3-4 പ്ലേസസ് എക്സ്ക്ലൂഡ് ചെയ്യുകയാണ്. ഓക്കെ, പിന്നെ ഓരോ പ്ലേസസ് ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇത്രയും പ്ലേസസ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ മൊത്തത്തിൽ ഇട്ടിട്ടുണ്ട്. ഇന്ത്യ മൊത്തത്തിൽ നിന്ന് ഇത്രയും പ്ലേസസിൽ കാണിക്കേണ്ട എന്നുള്ള രീതിയിലാണ് ഇട്ടിട്ടുള്ളത്. ഇതിപ്പം ഹൈ RTOs വരുന്ന പ്ലേസുകളാണ്. അപ്പോൾ നമുക്കിത് വർഷങ്ങൾക്കനുസരിച്ച് ഇത് മാറാനുള്ള ചാൻസ് ഉണ്ട്. വർഷങ്ങൾക്കോ മാസങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഓർഡർ കിട്ടിക്കൂടാന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ചിലപ്പം ഇവിടെ ഉള്ളവർക്ക് വേറെ എവിടെയെങ്കിലൊക്കെ നിന്ന് ഓർഡർ ചെയ്യുന്നവരാണെങ്കിൽ അവർ വീട്ടിലത്തേക്കൊക്കെ വേണ്ടി ഓർഡർ ചെയ്യും.
പക്ഷേ ഇതിപ്പോൾ മെയിൻലി ഈ ഒരു പ്ലേസസ് നിങ്ങൾ ഇപ്പോഴത്തേക്ക് ചൂസ് ചെയ്യുക. ഈ വീഡിയോ കുറേ ഓൾഡർ ആണെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് അപ്പോഴത്തെ RTO ഉള്ള പ്ലേസസ് ഏതാണെന്ന് നോക്കിയിട്ട് അത് ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്തു, ഇത് കഴിഞ്ഞു. ഇനി താഴോട്ട് പോവാം. താഴോട്ട് പോയിട്ട് ഇവിടെ ഓഡിയൻസ് സജഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എ ഉപയോഗിച്ചാണ് ഇതിപ്പോൾ റൺ ആവുന്നത്. അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ ആഡ് ടെക്നോളജി ഓട്ടോമാറ്റിക്കലി ഫൈൻഡ് യുവർ ഓഡിയൻസ് ഓക്കെ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ തന്നെ നമ്മുടെ ഓഡിയൻസിനെ ഫൈൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് നമ്മളെ സജഷന് ജസ്റ്റ് എന്തെങ്കിലും ഇൻട്രസ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇത് കിച്ചണുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ കിച്ചണെന്ന് മാത്രമേ ടൈപ്പ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, കിച്ചണെന്ന് മാത്രമേ ടൈപ്പ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ കിച്ചൺ ഇൻട്രസ്റ്റ് ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ജോബും എംപ്ലോയീസും എന്നല്ല, ജസ്റ്റ് കിച്ചൺ ഇൻട്രസ്റ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ എന്താണ് ഇത് ആർക്കൊക്കെ കാണിക്കും എന്ന് പറഞ്ഞാൽ കിച്ചണുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും, കിച്ചൺ ഇപ്പോൾ വീട്ടിലുള്ള അമ്മമാർക്ക് അതുപോലെ അങ്ങനത്തെ പ്രൊഡക്റ്റിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നവർക്ക് അവർക്ക് എല്ലാം എന്ത് ചെയ്യും, ഈ ഒരു ആഡ് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. നമ്മുടെ എ ഉപയോഗിച്ച് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരൊക്കെ എല്ലാം കാണിച്ചു കൊടുക്കും. നമ്മൾ കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പണ്ടാണെങ്കിൽ നമുക്ക് ആർക്കൊക്കെ കാണിക്കണമെന്ന് മാത്രം ടാർഗറ്റ് ചെയ്ത് കൊടുക്കണമായിരുന്നു. ഇപ്പോൾ പക്ഷേ എ ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് എന്താണ് കിച്ചണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഓട്ടോമാറ്റിക്കായിട്ട് ആർക്കൊക്കെ കാണിക്കണമെന്ന് എല്ലാവരും നോക്കിക്കോളും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഏജും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ സെറ്റ് കൊടുക്കാം. ജെൻഡർ നമുക്ക് ഫീമെയിൽ കൊടുക്കാം. കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഞാൻ വുമൺ കൊടുക്കുവാണ്. അപ്പോൾ ഇത് തന്നെയാണ്. ഇനി നമ്മൾ ഒന്നും ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. അതിന് നമുക്ക് എന്താ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ട് എന്താ നിങ്ങൾ ഇവിടെ പേജ് സെലക്ട് ചെയ്യാനുണ്ട്. ഇവിടെ അതിന് മുമ്പ് നമുക്ക് എന്താ എഗ് ഹോൾഡർ ആഡ് എന്ന് കൊടുത്തു. പേജ് എന്ത് ചെയ്യുക, നമ്മളെ പേജ് സെലക്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓൾറെഡി സെലക്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താ ക്രിയേറ്റ് ആഡ് തന്നെയാണ് കൊടുക്കാനുള്ളത്. മാനുവൽ അപ്ലോഡ് എടുക്കുക. അതിന് എന്താ സിംഗിൾ ഇമേജ് ഒരു വീഡിയോ എടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്താ ഇവിടെ ഒന്നും കൊടുക്കേണ്ട ആവശ്യം, നമുക്ക് ആഡ് മീഡിയ കൊടുക്കണം. ആഡ് മീഡിയയിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് 3 സൈസിലുള്ള വീഡിയോസ് ഇവിടെ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഏത് വീഡിയോ ആണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ട വീഡിയോ എന്താണ്, നിങ്ങൾ ഏത് പ്രൊഡക്റ്റാണ് റിസർച്ച് ചെയ്ത് ഫൈൻഡ് ചെയ്ത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്താ, ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തുകളാം. നിങ്ങൾ റിസർച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റ് ആ ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ആൾറെഡി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് എടുക്കാം, ഗൂഗിളിൽ നിന്ന് എടുക്കാം, പിൻട്രസ്റ്റിൽ നിന്ന് എവിടെ നിന്ന് വേണം നിങ്ങൾക്ക് വീഡിയോസ് എടുക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യണം. നമുക്ക് 3 റേഷ്യോയിലായിട്ട് എഡിറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ക്യാൻവയിലോട്ട് പോകണം. ഓക്കെ, അപ്പോൾ ക്യാൻവയിലോട്ട് എന്താ ക്രിയേറ്റ് ഡിസൈൻ കൊടുക്കുക. അതിൽ ഞാൻ വീഡിയോ എടുക്കുകയാണ്. വീഡിയോ 180p എടുക്കുവാണ്. അപ്പോൾ വീഡിയോ 180p എടുത്തു. ഇനി നമ്മൾ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ക്യാൻവയിൽ. ജസ്റ്റ് ഇവിടെ നിന്ന് ഡ്രാഗ്, ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചാണ്, ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അപ്ലോഡ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നത് കാണാൻ പറ്റും. അപ്ലോഡ്സ് എടുക്കുക, ആ ഒരു വീഡിയോ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യാം, ഞാൻ സൂം ചെയ്ത് വയ്ക്കുകയാണ്. ഞങ്ങൾക്ക് നല്ല വീഡിയോസ് കിട്ടും കേട്ടോ. ഞാൻ ജസ്റ്റ് ഇത് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മളെ ഈ ഒരു എന്താണ് ഒരു സിനിമ കാണുന്ന ഒരു മോഡലിലുള്ള ഒരു റേഷ്യോ ആണ്. അപ്പോൾ ഇതിൻ്റെ മിഡിലേക്ക് ഞാൻ വയ്ക്കുകയാണ്. ഓക്കെ, മിഡിലേക്ക് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ സൂം ചെയ്ത് കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇത് ചെയ്തു. ഇനി ജസ്റ്റ് എന്ത് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്റ്റോറിൻ്റെ ലോഗോ ഇവിടെ വയ്ക്കാം. ഞാൻ വേണമെങ്കിൽ സ്റ്റോറിൻ്റെ ലോഗോ ഇവിടെ വയ്ക്കാം. സ്റ്റോറിൻ്റെ ലോഗോ ഓക്കെ, സ്റ്റോറിൻ്റെ ലോഗോ ഞാൻ ഇവിടെ ആഡ് ചെയ്യുവാണ്. ഓക്കെ, സ്റ്റോറിൻ്റെ ലോഗോ ഇവിടെ വെച്ചിട്ടുണ്ട്. ഷെയർ എടുത്തു, ഡണ്ണല്ല ഡൗൺലോഡ് എടുത്തു. അടുത്തെന്താ ഇവിടെ പിന്നെ ഡൗൺലോഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ ഡൗൺലോഡായി കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് എന്താ, ഇതിനെ നമുക്ക് റീസൈസ് ചെയ്തെടുക്കണം. അടുത്ത ഇതിലേക്ക് പോകണം. അപ്പോൾ അടുത്ത എന്താ ചെയ്യുക, റീസൈസ് കൊടുക്കുക, കസ്റ്റം സൈസ് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഉള്ള കസ്റ്റം സൈസ് 1920 180 ആണ്. നമുക്ക് നെക്സ്റ്റ് ഇനി അത് മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യണം, നമുക്ക് അടുത്ത റേഷ്യോ കൊടുക്കണം. നമുക്കിതിനെ നേരെ തിരിച്ച് കൊടുക്കണം. ഇവിടെ 180, ഇവിടെ 1920 എന്നുള്ളൊരു റേഷ്യോ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ റീസൈസ് ദിസ് ഡിസൈൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു മോഡലായിട്ടും റീസൈസ് ദ ഡിസൈൻ കൊടുക്കുക. എന്നിട്ട് എന്താ ജസ്റ്റ് ഇതിനെ സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ലോഗോ ജസ്റ്റ് ഇവിടെ എടുത്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്താ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഞാൻ ഓഡിയോ ഇടാത്തതിൻ്റെ കാരണം എനിക്ക് കോപ്പിറൈറ്റ് അടിക്കുക, അതുകൊണ്ടാണ് ഞാൻ ഓഡിയോ ഇപ്പോൾ കേൾപ്പിക്കാത്തത്. ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ റീസൈസ് കൊടുക്കുക, കസ്റ്റം സൈസ് കൊടുക്കുക. ഇനി നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ 1500
അതുപോലെ ഹൈറ്റും 1500. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, റീസൈസ് ഡിസൈൻ കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ആവട്ടെ, അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, റീസൈസ് ഡിസൈൻ കൊടുത്തു. സ്ക്വയർ മോഡലാണ് നമുക്ക് വേണ്ടത്. റീസൈസ് ഡിസൈൻ കൊടുത്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് എന്താണ് സൈസ് ഞാൻ റെഡിയാക്കി വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ ഓക്കെ, ഞാൻ ഈ ഒരു സൈസിൽ വെക്കുകയാണ്. ലോഗോ ജസ്റ്റ് ഒന്ന് വലുതാക്കി കോർണറിൽ വെച്ച് ഡൗൺലോഡ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രോ ഉണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഇത്ര എളുപ്പമായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഓരോന്ന് പോയി ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ പ്രോ ആക്ടിവേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ റീസൈസ് കൊടുത്തുകൊണ്ട് ചെയ്തു. നിങ്ങൾക്ക് പ്രോ ആക്ടിവേഷൻ കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതും കൂടെ ഡൗൺലോഡ് ആവട്ടെ. അപ്പോൾ ഇതും ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ആഡ്സ് മാനേജറിലേക്ക് പോകുന്നു. ആഡ് മീഡിയ എടുക്കുന്നു. ആഡ് മീഡിയ എടുത്ത് ആഡ് വീഡിയോ കൊടുത്തു. അതിൻ്റെ എന്താ നമുക്കിവിടെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അപ്ലോഡ് കൊടുത്തു. എന്നിട്ട് എന്താ ചെയ്യും, ഈ 3 വീഡിയോസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത 3 വീഡിയോസ് എന്താ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ആഡ് ചെയ്യുകയാണ്. ഏതൊക്കെയായിരുന്നു ഇത്? സ്ക്വയർ. ഓക്കെ, ഈ 3 വീഡിയോസാണ്. ഓപ്പൺ. അപ്പോൾ ഇത് 3 ഇപ്പോൾ പ്രോസസ്സിങ്ങിലാണ്. ജസ്റ്റ് ഇത് 100 ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. 100 ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് വരും, അതുവരെ വെയിറ്റ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ആദ്യം ഞാൻ ഈ ഒരു നടുക്കുള്ളത് പ്രസ് ചെയ്യണം. നടുക്കുള്ളത് പ്രോസസ്സിങ്ങിലാണ്, 3 പ്രോസസ്സിങ്ങിലാണ്. നിങ്ങളുടെ നെറ്റിൻ്റെ സ്പീഡിനനുസരിച്ചായിരിക്കും ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, പ്രോസസ്സിങ് നിങ്ങളുടെ നെറ്റിൻ്റെ സ്പീഡല്ല, അപ്ലോഡിങ് നിങ്ങളുടെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചായിരിക്കും നടക്കുന്നത്. ഓക്കെ, നമ്മളെ 3 വീഡിയോ ആഡ് ആയിട്ടുണ്ട്. ഈ വാർണിംഗ് സിഗ്നലൊന്നും നിങ്ങൾ നോക്കണ്ട. ജസ്റ്റ് അവൻ്റെ നടുക്കത്തെ വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇത് മാത്രമേ കറക്റ്റായിട്ടുള്ളൂ. ബാക്കി 2 എണ്ണം സൈഡിൽ ഈ ഗ്യാപ്പ് വരുന്നുണ്ട്. ദിസ് ആഡ് വിൽ നോട്ട് ഷോ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ റീപ്ലേസ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പം ഞാൻ എടുത്ത ഇനിയിപ്പോൾ ഈ ഒരു റേഷ്യോ ആണ്. നടുക്കത്തേന്ന് പറയുമ്പോൾ ഈ ഒരു 1500 റേഷ്യോ ആണ്. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ റീപ്ലേസ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു നീളത്തിലുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 3ലും ഓക്കെ ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ആൾ ഒപ്റ്റിമൈസേഷൻ ഓണാക്കിയിടുക. നല്ലതാണ്, ആൾ ഒപ്റ്റിമൈസേഷൻ ഓണാക്കിയിടുക. ഡണ്ണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഡണ്ണ് കൊടുത്താൽ ഇവിടെ ടെക്സ്റ്റ് ഓൺ ദ വീഡിയോ മേ ബി കവേർഡ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നെക്സ്റ്റ് എന്ത് ചെയ്യുക, പ്രൈമറി ടെസ്റ്റ് കൊടുക്കണം. പ്രൈമറി ടെസ്റ്റ് കൊടുക്കാനായിട്ട് എന്ത് ചെയ്യുക, ചാറ്റ് ജിപിറ്റിയിൽ പോകുന്നു. ഞാൻ ചാറ്റ് ജിപിറ്റിയിൽ പോയിട്ട് ഞാൻ പ്രൊഡക്റ്റിൻ്റെ നെയിം കോപ്പി ചെയ്യുവാണ്. എന്നിട്ട് എന്താ ചാറ്റ് ജിപിറ്റിയിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, പ്രിപ്പയർ എ ആഡ്സ് മാനേജർ പ്രൈമറി ടെസ്റ്റ് ആൻഡ് പ്രൈമറി ടെസ്റ്റ് വേറെ എന്താണ് വേണ്ടത്, വേറെ പ്രൈമറി ടെസ്റ്റ് വേണം, അതുപോലെ ഹെഡ്ലൈൻ വേണം, ഡിസ്ക്രിപ്ഷൻ വേണം. അപ്പം നമുക്ക് പ്രൈമറി ടെസ്റ്റ് മാത്രം എടുത്താൽ മതി. നെക്സ്റ്റ് പ്രൈമറി ടെസ്റ്റ് കൊടുക്കുവാണ്. പ്രൈമറി ടെസ്റ്റ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. എങ്ങനെയാണ് വരുന്നത് നോക്കട്ടെ. ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. ഡിസ്ക്രിപ്ഷൻ വിത്ത് ഇമോജി. ഓക്കെ, വിത്ത് ഇമോജി ആൻഡ് ഹാഷ്ടാഗ്സ് അടിച്ചു. ഹാഷ്ടാഗ്സ് ആണ് ടാഗ്സ്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ പ്രൈമറി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ പ്രൈമറി ടെസ്റ്റ് കോപ്പി ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മൾ ആഡ്സ് മാനേജറിൽ പ്രൈമറി ടെസ്റ്റിൽ ആഡ് ചെയ്തു. ജസ്റ്റ് എൻ്റർ അടിക്കുകയാണ്. ഇതും കൂടെ ആഡ് ചെയ്യാനായിട്ടാണ്, നമ്മളെ ടാഗ്സും കൂടെ ആഡ് ചെയ്യാനായിട്ടാണ്. നമ്മളെ ടാഗ് ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളെ പ്രൈമറി ടെസ്റ്റ് ഈ ഒരു മോഡലായിരിക്കും കാണാനായിട്ട് നമ്മളെ ഈ ഒരു ആഡിൻ്റെ മുകളിൽ ഇങ്ങനെ കാണിക്കും, ഓർഗനൈസ് യുവർ കിച്ചൺ എഫോർട്ട്ലെസ്ലി എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഓക്കെ, അടുത്തതിന് നമുക്ക് ഹെഡ്ലൈൻ എന്ത് ചെയ്യാം, നമ്മളെ ആ ഒരു സ്റ്റോറിൻ്റെ നെയിം കൊടുക്കാം. ഓക്കെ, സ്റ്റോറിൻ്റെ നെയിം. ഓക്കെ, സ്റ്റോറിൻ്റെ നെയിം ഞാൻ കൊടുത്തു. ആയിട്ടില്ല. ഓക്കെ, സ്റ്റോറിൻ്റെ നെയിം കണ്ടെയ്നർ. നമുക്ക് കുറേ കാറ്റർ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി റോളിംഗ് എഗ് ഹോൾഡർ കണ്ടെയ്നർ എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിവിടെ നിങ്ങൾക്ക് താഴെ കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് എന്ത് ചെയ്ത് ക്ലോസ് ചെയ്തു. ഇനി ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനായിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ എന്താ, ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ എന്ന് കൊടുക്കുക.
ഇതെന്തായാലും നമ്മുടെ ഇന്ത്യൻ ആൾക്കാരെ അട്രാക്ട് ചെയ്യും. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ എന്ന് പറയുമ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചില അഡ്വർടൈസ്മെൻറ്റ് താഴെ കാണിക്കും, ചിലതിൽ കാണിക്കത്തില്ല. അപ്പം ഇത് ഓരോരുത്തരുടെ ഫോണിൻ്റെ റേഷ്യോസ് അനുസരിച്ചിരിക്കും. അത് തന്നെ എന്താ ലേൺ മോർ മാറ്റിയിട്ട് എന്താ ഷോപ്പ് നോനെ ജസ്റ്റ് സെലക്ട് ചെയ്യുവാണ്. ഷോപ്പ് നോ എടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡലായിരിക്കും അവർക്ക് ആഡും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നത്. കണ്ടില്ലേ? ഓക്കെ, ഇനി ജസ്റ്റ് എന്താ താഴോട്ട് പോവാം. താഴോട്ട് പോയതിനു ശേഷം ഇവിടെ വെബ്സൈറ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളെന്താ ഈ പ്രൊഡക്റ്റിൻ്റെ URL ആണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ URL എടുക്കാം. അപ്പോൾ ഞാൻ വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ട്. അവർ പ്രൊഡക്റ്റ് എടുക്കുക. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ സെലക്ട് ചെയ്യുവാണ്. എന്താ ഈ ഒരു ലിങ്ക് കണ്ടില്ലേ? ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്തു പേസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രിവ്യൂ URL കാണാൻ പറ്റും. കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ നിങ്ങൾ കൊടുത്ത ഈ ഒരു ഇതിലെന്തോ പ്രോബ്ലം ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞു. ഇനി താഴോട്ട് പോകാം. ഇതിലൊന്നും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ട്രാക്കിംഗ് ഇവിടെ പച്ച കളറാണ് കത്തി കിടക്കുന്നത് നോക്കാം. ചുവപ്പ് കളറാണെങ്കിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. പച്ച കളർ കത്തി കിടക്കുന്നുണ്ട്. പച്ച കളർ കത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് എന്താ നമ്മൾ ആഡ് പോയിക്കോളും. പിന്നെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഫസ്റ്റ് ഡേ റിസൾട്ട് കുറവായിരിക്കും. കാരണം AI ഉപയോഗിച്ച് അത്യാവശ്യം ആൾക്കാരിലേക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഡേയിൽ നമുക്ക് ഫസ്റ്റ് ഡേയിനേക്കാളും സെയിൽസ് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ 1-2 ഡേയ്സ് ആഡ് റൺ ചെയ്തിട്ട് നിങ്ങൾക്ക് സെയിൽസ് കുറവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 3-4 ദിവസം ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെയിൽസ് കൂടി തുടങ്ങും. അപ്പോൾ ജസ്റ്റ് എന്താ ഇവിടെ പബ്ലിഷ് കൊടുക്കുക. പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ ഫേസ്ബുക്കിലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും എന്ത് ചെയ്യും? ആഡ് റണ്ണായി തുടങ്ങും. ഓക്കെ, അപ്പോൾ നമ്മൾ ആഡ് ഇവിടെ പബ്ലിഷ് ആയിട്ടൊന്ന് കാണാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്യാമ്പയിൻസ് സെലക്ട് ചെയ്യാം. ഓക്കെ, ക്യാമ്പയിൻ സെലക്ട് ചെയ്താൽ നോ ആഡ്സ് എന്ന് കാണാനായിട്ട് പറ്റും. ആഡ്സ് ആയിട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇനാക്റ്റീവ് എന്ന് കാണാനായിട്ട് പറ്റും. ആഡ്സ് എടുത്ത് കഴിഞ്ഞാൽ പ്രോസസ്സിംഗ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇത് പ്രോസസ്സിംഗിലായതുകൊണ്ടാണ് ഇവിടെ ഇനാക്റ്റീവ് എന്ന് കാണിക്കുന്നത്, അതുപോലെ നോ ആഡ്സ് എന്ന് കാണിക്കുന്നത്. ഇത് പ്രോസസ്സിംഗ് കഴിഞ്ഞാൽ റിവ്യൂ ആവും. റിവ്യൂ ആയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ആക്റ്റീവ് ആവും. ആക്റ്റീവ് ആയി കഴിഞ്ഞാലും കുറച്ച് നേരം കഴിഞ്ഞാൽ റൺ ആവത്തുള്ളൂ. ചിലപ്പോൾ രാവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ റൺ ആവത്തുള്ളൂ. അത് നമുക്ക് പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുന്നതനുസരിച്ചിരിക്കും. അവിടെ പോളിസീസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ആഡ് റൺ ആവുന്നത്. അപ്പോൾ അതിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്തായാലും റൺ ആവും. അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ സെയിൽസ് ആയിരിക്കില്ല, നിങ്ങൾക്ക് പെർഫോമൻസ് ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ പെർഫോമൻസിലാണ് കിടക്കുന്നതെങ്കിൽ ജസ്റ്റ് ഇവിടെ പോയിട്ട് എന്ത് ചെയ്യുക? ഡിസ്കവർ മോർ കോളം പ്രോസസ് എടുക്കുക, സെയിൽസ് എടുക്കുക, പിന്നെ സെയിൽസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മെട്രിക്സ് ഇവിടെ മാറിയതായിട്ട് കാണിക്കും. അത് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതെന്ന് പറഞ്ഞാൽ അനലൈസ് ചെയ്യാനുള്ളതാണ്. അപ്പം ഇതിൽ നമ്മളിപ്പോൾ 500 രൂപയ്ക്കാണ് ആഡ് റൺ ചെയ്തത്. 500 രൂപയ്ക്ക് ആഡ് റൺ ചെയ്തപ്പോൾ എത്ര പേര് ഇംപ്രഷൻ കിട്ടി, അതുപോലെ എത്ര പേർക്ക് റീച്ചായി, എത്ര ലിങ്ക് ക്ലിക്സ് കിട്ടി, അതുപോലെ എത്ര റിസൾട്ട് കിട്ടി. റിസൾട്ട് എന്ന് പറയുമ്പോൾ എത്ര പേര് പർച്ചേസ് ചെയ്തത് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ചിലപ്പോൾ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ വരും, ബഗ്ഗും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ കോസ്റ്റ് പെർ റിസൾട്ട് എന്ന് പറയുമ്പോൾ എത്ര രൂപ സ്പെൻഡ് ആയപ്പോഴാണ് ഓരോ പർച്ചേസ് കിട്ടിയത്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് കോസ്റ്റ് പെർ റിസൾട്ടിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് റീച്ച് കിട്ടുന്നുണ്ട്, പക്ഷേ ലിങ്ക് ക്ലിക്സ് കുറവാണെങ്കിൽ അത്യാവശ്യം ആഡ് കുറേ പേരിലേക്ക് കാണിക്കുന്നുണ്ട്, പക്ഷേ ആരും ക്ലിക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ആഡ് വീഡിയോ പോക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് പോക്കാണെന്നാണ് അർത്ഥം. ലിങ്ക് ക്ലിക്സ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് കുറവാണെങ്കിൽ എന്താണ് സെയിൽസ് കിട്ടാത്തതിൻ്റെ കാരണം മേ ബി പ്രൊഡക്റ്റിൻ്റെ റേറ്റ് കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ട്രസ്റ്റബിൾ ആയിരിക്കില്ല, ആ ഒരു മോഡലിലായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ എന്താ അതായത് ഉപയോഗിച്ച് റൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ സെയിൽ കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഫസ്റ്റ് ഡേ സെയിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒപ്റ്റിമൈസും കാര്യങ്ങളൊക്കെ നടന്നിട്ട് ചിലപ്പോൾ സെക്കൻഡ് ഡേയോ തേർഡ് ഡേ ആയിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് സെയിൽസ് കിട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരെണ്ണം തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ റിസൾട്ട് കിട്ടില്ല എന്ന് പറഞ്ഞ് ഓഫ് ചെയ്ത് വെച്ചിട്ടൊന്നും പോലും മിനിമം ഒരു 3 ഡേയ്സ് റൺ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിൽ എന്തോ ഒരു പ്രോബ്ലമാണ്. കുറേ റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടും, എന്നിട്ട് ലിങ്ക് ക്ലിക്സ് കൂടുതലാണ്, എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ് എന്തോ നിങ്ങൾ ചെയ്തതിലുള്ള പ്രോബ്ലമാണ്. മേ ബി പ്രൊഡക്റ്റ് റിസർച്ച് ചെയ്താലായിരിക്കും, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്താലായിരിക്കാം. ഓക്കെ, അതുപോലെ ഒരു കാര്യം കൂടെ പറയാനായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഇതിലിപ്പോൾ നിങ്ങൾ ആലോചിക്കുക 50 രൂപയല്ലേ ആഡ് ചെയ്തിട്ടുള്ളൂ, ഇനി എങ്ങനെയാണ് എമൗണ്ട് ആഡ് ചെയ്യുന്നത് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ എമൗണ്ട് ആഡ് ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല. മൗസിനെ കൊണ്ട് ഈ സൈഡിൽ വയ്ക്കുക, ബില്ലിംഗ് ആൻഡ് പേയ്മെൻറ്റ്സ് എടുക്കുക. ബില്ലിംഗ് ആൻഡ് പേയ്മെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആഡ് ഫണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആഡ് ഫണ്ട് എടുക്കുക. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നിങ്ങളുടെ ട്രാൻസാക്ഷനും കാര്യങ്ങളെല്ലാം കാണാനായിട്ട് പറ്റും. ഫേസ്ബുക്ക് എത്ര രൂപ എടുത്തു എന്ന് നമുക്ക് രാത്രിയാകുമ്പോൾ കാണാനായിട്ട് പറ്റും. അതുപോലെ നിങ്ങൾക്ക് എമൗണ്ട് തീരുമ്പം ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ എമൗണ്ട് എപ്പോഴാണ് തീരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇവിടെ 500 രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് 500 രൂപയ്ക്ക് റണ്ണായിട്ട് 500 രൂപ ഇടുമ്പോഴത്തേക്കും 18 രൂപ അല്ല 90 രൂപ GST പിടിക്കും. അപ്പോൾ 410 രൂപ എങ്ങാണ്ടേ കാണത്തുള്ളൂ.
അപ്പോൾ ഞാൻ ഇടണമെങ്കിൽ 600 രൂപ അടുപ്പിച്ചിടണം. 500 രൂപയ്ക്ക് റണ്ണാവണമെങ്കിൽ ഒരു ദിവസം 600 രൂപ അടുപ്പിച്ചിടണം. അപ്പം 600 രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് സ്റ്റാർട്ട് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ ആ ഒരു എമൗണ്ട് ഫിനിഷ് ആവും. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമ്മൾ എമൗണ്ട് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ഒരു 5 ദിവസത്തേക്ക് റണ്ണ് ചെയ്യാനുള്ള എമൗണ്ട് ഫസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു 3000 രൂപ ആദ്യമേ എനിക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഡെയിലി 24 മണിക്കൂർ കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഏത് രീതിയിലാണോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ ഒരു 3 ദിവസത്തേക്കുള്ള എമൗണ്ട് ആൾറെഡി ഇട്ട് വെക്കാനായിട്ട് പറയും. കാരണം 3 ദിവസത്തിൽ ഒരു 1800 രൂപ എന്തായാലും ആദ്യമേ ഇട്ട് വയ്ക്കുക. ഇപ്പം 500 രൂപയ്ക്കാണ് റൺ ചെയ്യുന്നതെങ്കിൽ 1800 രൂപ ആൾറെഡി ഇട്ട് വയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യും, 3 ദിവസം റണ്ണായിട്ട് നിങ്ങൾക്ക് റിസൾട്ടും കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് പറ്റും. അപ്പോൾ 500 രൂപയ്ക്കെങ്കിലും മിനിമം റൺ ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടണം. അത്യാവശ്യം കുറേ ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ 500 രൂപയ്ക്കെങ്കിലും റൺ ചെയ്യണം. അതിൽ നിന്ന് കുറവ് എമൗണ്ടിൽ ഇടാം. നമുക്ക് 100 രൂപ ഇട്ട് ഇടാനൊക്കെ പറ്റും. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം ആൾക്കാരിലേക്ക് എത്തില്ല. നമുക്കൊരു 7-8 ദിവസമൊക്കെ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ആ പ്രോഡക്റ്റ് പോവില്ലെന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ 500 ഒരു ആവറേജ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ. പിന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് എമൗണ്ട് കൂട്ടി പോകണം. അപ്പോൾ 1500 ഒക്കെ ഒരു ദിവസമായിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് പ്രോഫിറ്റൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. കുറേ സെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. സ്റ്റാർട്ടിങ് നിങ്ങൾ 500 വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ പയ്യെ കൂട്ടി പോയാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെറ്റാ ആഡ്സിനെ പറ്റി പറയാനായിട്ടുള്ളത്. പിന്നെ ഇതിൽ ഡിസേബിളും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഡിസേബിളിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് എന്തായാലും ഡിസേബിൾ വരും. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ എന്താ, നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, വെരിഫിക്കേഷൻ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് പോളിസി വേലിയേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ട് പെർമനൻ്റ്ലി ബാനായിട്ട് പോകും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെന്നുള്ളൊരു പോയി കാണാം. നമ്മൾ ആഡ് അക്കൗണ്ട് എന്തുകൊണ്ടാണ് റെസ്ട്രിക്ഷൻ ആവുന്നതെന്ന് നോക്കി നോക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ വലിയ ബ്രാൻഡിൻ്റെ ഒന്നും വീഡിയോ കോപ്പി ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് കോപ്പി റേറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ആഡ്സ് മാനേജറിൻ്റെ സെറ്റപ്പും ആഡ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഓക്കെ, സോ ഗൈസ്, നമ്മളപ്പോൾ ആഡ്സ് മാനേജറിൻ്റെ ഫുൾ സെറ്റപ്പും കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ആഡ്സ് എങ്ങനെ റൺ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ ആഡിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക.